കാർബൺ ഹാലജൻ ബോണ്ടിൻ്റെ നേച്ചർ നോക്കാം. കാർബണും ഹാലജനും തമ്മിൽ. ഇപ്പോൾ ടേക്ക് എക്സാമ്പിൾ കാർബൺ ആൻഡ് ക്ലോറിൻ. ഓക്കെ, കാർബൺ ആൻഡ് ക്ലോറിൻ അല്ലെങ്കിൽ CX എന്ന് തന്നെ റെപ്രസെൻറ്റ് ചെയ്യാം. ഈ ബോണ്ടിൽ നമുക്കറിയാം കാർബൺ മറ്റുള്ള അറ്റാച്ച്മെൻറ്റ്സ് ആണ്. ഈ ബോണ്ടിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓക്കെ, ഈ ബോണ്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കുക. ഹാലജൻ ആറ്റം ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആണ് അല്ലേ. അപ്പോൾ കമ്പയർഡ് ടു കാർബൺ ആറ്റം, ഈ കാർബൺ ഹാലജൻ ബോണ്ട് നോക്കിയാൽ കാർബൺ ഇസ് ലെസ് ഇലക്ട്രോനെഗറ്റീവ് കമ്പയർഡ് ടു ഹാലജൻ. ഇവിടെ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺ ഇറ്റ് വിൽ ബി മോർ ക്ലോസ് ടു ഹാലജൻ ആറ്റം. അപ്പോൾ what will happen? Carbon will develop a partial positive delta positive charge and halogen will be developing a partial delta negative. delta അല്ലേ, പാർഷ്യൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡെൽറ്റ ഉപയോഗിച്ചത്. സോ കാർബൺ ഹാലജൻ ബോണ്ട് എന്താണ് നമുക്ക് പറയാം, ഇറ്റ് ഈസ് പോളാർ കാർബൺ ഹാലജൻ ബോണ്ട്. ഇനി ഈ ഹാലജനിൽ ഫ്ലൂറിൻ ആണ് എന്ന് വിചാരിച്ചോളൂ. കാർബൺ ഫ്ലൂറിൻ ബോണ്ട് ഭയങ്കര സ്ട്രോങ് ബോണ്ടാണ്. ബിക്കോസ് ഹാലജൻ വളരെ ചെറുതായതുകൊണ്ട് കാർബൺ ഹാലജൻ ബോണ്ട് ചെറുതായിരിക്കും, വളരെ സ്ട്രോങ് ആയിരിക്കും. സോ റിമെമ്പർ, ആൽക്കൈൽ ഫ്ലൂറൈഡ്സ് എപ്പോഴും മറ്റുള്ളവരെ അപേക്ഷിച്ച് ദേ ആർ ലെസ് റിയാക്റ്റീവ്. ഒരു ഗീവ് റീസൺ ക്വസ്റ്റ്യൻ ചോദിക്കുക, വൈ ആൽക്കൈൽ ഫ്ലൂറൈഡ്സ് ആർ ലെസ് റിയാക്റ്റീവ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ ഫ്ലൂറിൻ ഇസ് ഹൈലി ഇലക്ട്രോനെഗറ്റീവ്. കാർബൺ ഹാലജൻ ബോണ്ട് അല്ലെങ്കിൽ കാർബൺ ഫ്ലൂറിൻ ബോണ്ട് ഇസ് എ വെരി സ്മോൾ ബോണ്ട്, so it is very strong. It is having very high bond enthalpy, so alkyl fluorides are less reactive.